പിന്നെ ഞാനെടുത്ത് പോകുക, ഞാനാണ് നമുക്ക് എല്ലാ പണിയും. ഹലോ ഗൈസ്, നമ്മളിന്ന് കൊയിലാണ്ടി പോവുകയാണ്. നമ്മളിന്ന് എവിടെയാ പോന്നേ? കൊയിലാണ്ടി. കൊയിലാണ്ടി എന്താ വിശേഷം? ശാലേച്ചിന്റെ മാലേച്ചിന്റെ കല്യാണത്തിന്. അപ്പോൾ ഗൈസ്, ഞാളിപ്പം കൊയിലാണ്ടിയിലേക്ക് പോവുകയാണ്. ഏട്ടൻ്റെ മോളെ, അതായത് ഇപ്പോൾ സിദ്ധു പറഞ്ഞ പോലെ മാലേച്ചീൻ്റെ കല്യാണമല്ല, കല്യാണ നിശ്ചയാട്ടോ നാളെ. അപ്പം ഇന്ന് പോവുകയാണ് കൊയിലാണ്ടിക്ക്, അല്ലേ സിദ്ധു? സിദ്ധു പുറപ്പെട്ട് സുന്ദരനായിട്ട് ഓരോരുത്തരും പുറപ്പെട്ട് ഇപ്പം ഇങ്ങനെ വരുന്നാളുള്ളൂ. ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടില്ലേ സിദ്ധു? ഞങ്ങൾ പുറപ്പെട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. ഇപ്പം വരും എല്ലാവരും. വരുന്നുണ്ട്, ഒരാൾ വരുന്നുണ്ട്. നീ എന്താ ഉള്ളേ? താക്കോല്, ബാഗും കെട്ടും ഒക്കെ വേണമൊക്കെ ഉണ്ട്. ബസ്സിനാ പോന്നേ കേട്ടോ, ബസ്സിനാ പോന്നേ. ഇനിയിപ്പോൾ കുറച്ച് കൊയിലാണ്ടിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ, അല്ലേ സിദ്ധു? നിശ്ചയത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വേം മറ്റോലൊക്കെ വിളിച്ചോടി. ഞാളെല്ലാവരും കൂടി അങ്ങോട്ട് ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് 4:30 4:45 ആയിട്ടോ. പിന്നെ സതീഷേറിന് എത്താനും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. കാരണം മഴയായതിനെ കൊണ്ട് തന്നെ ബ്ലോക്കും കാര്യങ്ങളും നന്നായിട്ടുണ്ട്. ശനിയാഴ്ച ദിവസം നല്ല മഴയാണ്. പക്ഷേ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൊയിലാണ്ടിക്ക് പോകുന്നതിനെ കൊണ്ട് എന്ത് റിസ്ക് എടുക്കാനും എൻ്റെ മക്കളും തയ്യാറാണ്, ഞാനും തയ്യാറാണ്, എല്ലാവരും തയ്യാറാണ് കേട്ടോ. കാരണം ആടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കളിക്കാനും കഥ പറയാനും എന്താ പറയുക എല്ലാത്തിനും ഒരു രസമാണല്ലോ. അങ്ങനെ സ്റ്റാൻഡിലെത്തിയ സമയത്ത് ബസ്സും ലേറ്റായി. ബസ് എനിക്ക് തോന്നുന്നു 1 or 2 ബസ്സേ ഞാൾ വന്നതിന് ശേഷം വന്നിട്ടുള്ളൂ. എല്ലാം ഫുള്ളായിട്ടാണ് വന്നത്. ലാസ്റ്റ് എങ്ങനെയല്ലോ കൊയിലാണ്ടി എത്തിയിട്ടോ. കൊയിലാണ്ടി എത്തിയപ്പം കുടയെടുക്കാതാണേ വന്നത്. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് എല്ലാവരോടും മറന്നുപോയി. നേരെ പോയത് ഫ്രൂട്ട്സിൻ്റെ കടയിലേക്കാണ്. കാരണം നമുക്ക് പിറ്റേന്ന് നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് വെക്കുമല്ലോ, ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം. അപ്പം അത് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനും സതീഷേറിനും കൂടിയാണ് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പോഴേക്കും എന്നെ ദേവുവിനും കുഞ്ഞുവിനും സിദ്ധുവിനും വിശന്നിട്ടുണ്ടായിരുന്നേ. ഒരു പഴംപൊരിക്കാരനായതിനെ കൊണ്ട് കുഞ്ഞു പഴംപൊരിയും സിദ്ധുവും ദേവും ഷവർമ റോളാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പം കുഴപ്പമില്ലാന്ന് പറഞ്ഞ്. അപ്പോൾ അത് 3 ആളും കൂടിയും കഴിച്ചതിന് ശേഷം ഓട്ടോ വിളിച്ച് ഞങ്ങൾ കൊയിലാണ്ടിയിൽ നിന്ന് വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോഴാണ് നല്ല സുഖം. കാരണം എല്ലാവരും ഉണ്ട്, നിറയെ വർത്താനം പറയുന്നതും എന്താ പറയുക, ഒരു കല്യാണത്തിൻ്റെ ഒരു സുഖം ഉണ്ടാവുമല്ലോ, ആ ഒരു സുഖം തന്നെയാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഏച്ചിയും സിന്ധേച്ചിയും പ്രസീച്ചിയും എല്ലാവരും ഉണ്ട്. ശ്രീലക്ഷ്മി എന്നാട്ടോ ഓളെ പേര്, നമ്മൾ കിച്ചു എന്ന് വിളിക്കുന്നതാ. പിന്നെ ഇത് ഏച്ചീൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്. പിന്നെ എനിക്ക് ഈ ചുരിദാർ നാളെ ഇടുന്നതാണേ. അപ്പോൾ ഇത് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ദീപേച്ചിയാണ് എനിക്ക് ഷേപ്പാക്കി തരുത്ത് കൊയിലാണ്ടിയുള്ള സമയത്ത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കഷ്ണങ്ങൾ നാളത്തേത് നമ്മൾ ഇവിടുന്ന് മുറിക്കുന്നുണ്ട്. സദ്യ ഉണ്ടാക്കുന്നത് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയുണ്ട്. പിന്നെ മക്കൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുക കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു മാത്തന അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. കാരണം എൻ്റെ വീഡിയോയിൽ കാണിക്കലുണ്ട്. ഇത് നമ്മളെ വീട്ടിലെ നായ്ക്കുട്ടിയല്ല, നായ്ക്കുട്ടി എന്ന് പറയാൻ പറ്റൂല, കുറച്ച് ആൾ വലുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, കാണാത്തൊരാളെയും കൂടി ഞാൻ പരിചയപ്പെടുത്ത ഏച്ചീൻ്റെ മോനാണ്. ഓൻ ക്യാമറ കാണുമ്പോൾ ഓടിക്കളയും കേട്ടോ. പിന്നെ കപ്പ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു, അതേപോലെ ചോറുണ്ടായിരുന്നു, ഉച്ചക്കത്തെ മാങ്ങേൻ്റെ കറി ഉണ്ടായിരുന്നു, ചക്കക്കുരുവിൻ്റെ കറി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ചട്ടിയോട് കൂടിയിട്ടാണ് ലാസ്റ്റ് ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് കൊണ്ടുപോയത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ എല്ലാവരും എന്തൊക്കെ സാധനം വീട് അടുത്തടുത്താണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലുള്ള എല്ലാ സാധനവും അന്ന് ആ മേശയമേൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചട്ടി വടിച്ചിട്ടാണ് തിന്നുന്നത്. അത് പ്രത്യേകം എന്നെ വീഡിയോ എടുത്താട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലും ഒന്നും വിചാരിക്കേണ്ട, എനിക്കത് ശീലാട്ടോ മുളകിട്ട മീൻകറിയുടെ ചട്ടി വടിക്കുന്നത്. അതിനുശേഷം പിന്നെ എല്ലാവരും ഒരുപാട് നേരം കഥയും പറഞ്ഞ് പിന്നെ നാളത്തേക്കുള്ള അവിയലിൻ്റെയും സാമ്പാറിൻ്റെയും കഷ്ണങ്ങൾ മുറിച്ചിട്ടോ. പിന്നെ ഡാൻസായിരുന്നു. അതിനും കുഞ്ഞോളും കൂടിയുള്ള ഡാൻസായിരുന്നു കേട്ടോ കണ്ടത്. പിന്നെ അതിനുശേഷം കുഞ്ഞും സിദ്ധും ഒക്കെ ഓരോരോ എന്താ പറയുക ഓരോരോ വിനോദങ്ങളിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞോ മോനെ മറ്റേ ഇതില്ല അല്ലേ KG
അപ്പോൾ ഇന്നാണ് നമ്മളെ നിശ്ചയം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനിട്ട ചുരിദാർ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും പുറപ്പെടുന്ന തിരക്കിലാണ്. ഈ പ്രമേച്ചി ഉണ്ട്, പ്രസിയേച്ചി ഉണ്ട്, എല്ലാവരെയും അറിയാമല്ലോ എൻ്റെ വീഡിയോസ് കണ്ടിട്ട്. അപ്പം എന്താ പറയുക, ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടും ചെക്കൻ്റെ വീട്ടുകാർ വരും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് നിശ്ചയം നടത്തുന്നത്. കല്യാണം ഒക്ടോബറിലാണ്. അപ്പോൾ ഏട്ടൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഏതാന്നുള്ള കാര്യം. ഏട്ടൻ്റെ മോളെ കല്യാണമാണ്. അപ്പം വരുന്നപ്പം കൊടുക്കാൻ വേണ്ടി നല്ല ഉണ്ണിയപ്പവും മിക്സ്ചറും ബിസ്ക്കറ്റും വറുത്തകായും അടിപൊളി ചായയും ഒക്കെ ആയിരുന്നു വന്ന പാട് കൊടുത്തത്. പിന്നെ അതിന് ശേഷം പിന്നെ അവർ വളയിടിയിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ച്. ഇതാണ് നമ്മളെ കല്യാണ പെണ്ണ് പുണ്യ കേട്ടോ. നമ്മൾ മാലു എന്നാണ് വിളിക്കുക. പുണ്യ എന്നാണ് ഒറിജിനൽ പേര്. അപ്പം അവളെയാണ് നമ്മളെ കല്യാണം. പിന്നെ അതിന് ശേഷം ബിരിയാണി, നമ്മൾ നോർമൽ ചിക്കൻ ബിരിയാണിയും ചിക്കനും ചിക്കൻ പൊരിച്ചത്, പായസം, പിന്നെ ഫ്രൂട്ട്സ്, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മളെ ഫുഡ്. ഇതിൽ ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ബാക്കി ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ പ്രത്യേകം ഉണ്ടാക്കിയത് എൻ്റെ കെട്ടിയോനാണ്. അത് പിന്നെ ഞാൻ പറയണ്ടല്ലോ, സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകിയല്ലോ. പിന്നെ എന്താ പറയുക, അടിപൊളി പരിപാടിയായിരുന്നു. നമ്മളെ വീട്ടിൽ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു അടിപൊളി കല്യാണം കേട്ടോ. അപ്പോൾ ഈ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഇനി എന്താ പറയുക, ഒന്നുമില്ലാത്ത നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ലാണ്ട് അടിപൊളി ഫങ്ഷനായിട്ടായിരുന്നു ഇത് കഴിഞ്ഞത്. പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്നത് അറിയാലോ, എല്ലാം എൻ്റെ ഏട്ടൻ്റെ മക്കളാണ്. പിന്നെ ഇതിൽ എൻ്റെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, ദേവപ്രിയ, ദേവു. അപ്പോൾ ഓളെയും കൂടി ഇതിൽ കാണാം. പിന്നെ എനിക്കിനി ആരെയും ഇതിൽ പരിചയപ്പെടുത്തി തരാനൊന്നുമില്ല. പിന്നെ എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഇങ്ങനൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇതിൽ അധികം ആരും കാണാത്ത ഒരാളുണ്ടാവുന്നെങ്കിൽ എനിക്ക് തോന്നും എൻ്റെ ഒരു ഏട്ടൻ്റെ ഭാര്യയുണ്ട്, ഏറ്റവും മൂത്ത ഏട്ടൻ്റെ ഭാര്യ. ഇതാണ് ബീനേച്ചി, കൂട്ടാലിയുടെയാണ് വീട്. അപ്പോൾ ഇവരെനിക്ക് തോന്നുന്നു അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ മറ്റേ സിന്തേച്ചീനെ പിന്നെ എപ്പോഴും കാണാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നവർക്ക് പരിചയമായിരിക്കുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറേ ഈ കാര്യങ്ങളും ക്ലീൻ ചെയ്യാനും അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ചെക്കൻ്റെ വീട്ടുകാരങ്ങോട്ട് പോയതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നത്. പിന്നെ കുറേ നേരം ചർച്ചകളാണ്, എല്ലാത്തിൻ്റെയും പോലെ തന്നെ ഫോട്ടോസ് എടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. പിന്നെ എല്ലാ മക്കളെ കൂട്ടത്തിലും ഞാൻ കയറി അങ്ങ് നിന്നാട്ടോ. ഓല് കസിൻസ് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാനോടെയും കയറി നിൽക്കും കേട്ടോ. അങ്ങനെ കയറി നിന്നാട്ടോ. പിന്നെ കുഞ്ഞുവിനെയും സിദ്ധുവിനെയും പ്രത്യേകം പറയാനല്ലോ, നല്ല ഹാപ്പി. അന്നപ്പോൾ അന്ന് ഞങ്ങൾ താമസിച്ചിട്ടോ. തിരിച്ചു വരണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അന്ന് താമസിച്ച് പിറ്റേന്നാണ് വന്നപ്പോൾ ഇമ്പളെ അയിനു എൻ്റെ കൂടെ വരിക മേമേന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അന്ന് ഏച്ചി ഗൾഫിൽ പോകുന്നുണ്ടായിരുന്നു, പ്രസിയേച്ചി. അതുകൊണ്ട് ഓളും രാവിലെ പോയതിന് ശേഷം അയിനൂനെയും കൊണ്ടാണ് നമ്മൾ വടകരയ്ക്ക് തിരിച്ചു വരുന്നത്. ചിരിച്ചു നിൽക്കുന്നുണ്ട്. എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അമ്മയില്ലാതെ അവൾ ഇതുവരെ എൻ്റെ കൂടെ വന്നിട്ട് അങ്ങനെ നിന്നിട്ടില്ല കേട്ടോ. കുഞ്ഞുവിനും സിദ്ധുവിനും അതിനെ പറയണ്ടല്ലോ, എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെ ഓളെയും കൂട്ടി പോകുക എന്ന് പറയുമ്പോൾ ഓലിക്കാണെങ്കിൽ ഇവിടുന്ന് പോകുന്ന വിഷമമുണ്ട് കൊയിലാണ്ടിന്ന്. അപ്പോൾ ഇവള് വരിക എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊരാശ്വാസമായി കേട്ടോ. നല്ല മഴയത്ത് രാവിലെ ഇത് കഴിഞ്ഞിട്ട് വേണം, വീട്ടിൽ പോയിട്ട് വേണം കുഞ്ഞുവിനും സിദ്ധുവിനും സ്കൂളിൽ പോവാനേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ ഇറങ്ങിയേക്ക്. നമ്മളെ ബ്ലോക്കെല്ലാം കഴിഞ്ഞിട്ട് വടകര എത്തുമ്പോഴത്തേക്ക് നല്ലൊരു സമയമാകുമല്ലോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ചായക്കൂട്ടലൊക്കെ വന്നിട്ട് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അയിനൂനെയും കൊണ്ട് ഞാളതുകൊണ്ട് ഇനിയിപ്പോൾ അയിനും ഉണ്ട് കുറച്ച് ദിവസത്തേക്ക് എന്ന് വിചാരിക്കുന്നത്. അവിടെ എത്തിയാൽ എന്താ സ്ഥിതി എന്നൊന്നും പറയാൻ പറ്റില്ല. കുഞ്ഞുവേട്ടൻ്റെയും സിദ്ധുവേട്ടൻ്റെ അടുത്ത് കിടക്കും, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ടാറ്റയെല്ലാം പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ബൈ.